നമസ്കാരം. ഇത് ഏതാണ് സ്ഥലം എന്ന് മനസ്സിലായോ? മുൻകൂടെ പോയിട്ടുള്ളവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. പഴനിയാണ്. കുറേ നാളായി വിചാരിക്കണ് പഴനിക്കൊന്ന് പോണെന്ന്. പക്ഷെ പല പല കാരണങ്ങളാൽ പോകാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് 4 പേരാണ് പഴനിക്ക് പോയത്. പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് ട്രെയിന് ടിക്കറ്റ് കിട്ടിയില്ല. നമുക്ക് നാട്ടിൽ നിന്ന് ഒരേ ഒരു ട്രെയിനുള്ളൂ പഴനിക്ക്, അമൃത എക്സ്പ്രസ്. അത് തിരുവനന്തപുരത്ത് നിന്ന് രാമേശ്വരം വരെ പോകുന്ന ട്രെയിനാണ്. അപ്പൊ അത് നമ്മൾ പെട്ടെന്ന് നോക്കിയ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചാൽ പഴനിക്ക് പോയി വരാൻ വളരെ സുഖമായിരിക്കും. ഞങ്ങളപ്പോൾ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് ട്രെയിന് പോയി. പാലക്കാട് നിന്ന് പഴനിക്ക് ബസ്സിനാണ് പോയത്. പക്ഷെ ഡയറക്റ്റ് ബസ്സില്ല. പാലക്കാട് ബസ് സ്റ്റാൻഡിൽ ചോദിച്ചപ്പോൾ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് പാലക്കാട് നിന്ന് പൊള്ളാച്ചി ടു പഴനി അങ്ങനെയാണ് പോയത്. അപ്പം ഞങ്ങൾ രാവിലെ 10 മണിക്കാണ് തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് ട്രെയിന് പോയത്. അത് 12:30 ആയപ്പോൾ പാലക്കാട് എത്തി. പാലക്കാട് നിന്ന് പിന്നെ ഒരു 2 മണിയായി ബസ്സിൽ കയറിയപ്പോ. അങ്ങനെ ഞങ്ങള് 5 മണിയായപ്പോ പഴനി എത്തി. ഇവിടെ ദേവസ്വത്തിന്റെ റൂംസ് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ വേറെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ഈ ദേവസ്വത്തിന്റെ റൂംസ് കിട്ടുന്ന ആ സ്ഥലത്തിന് ദണ്ഡായുധപാണി നിലയം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദണ്ഡായുധപാണി നിലയത്തിലേക്ക് 10 മിനിറ്റ് ദൂരമുള്ളൂ. അപ്പൊ നമുക്ക് ഓട്ടോയ്ക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. സ്ഥലമൊക്കെ കണ്ട് നടന്നു പോകാവുന്നതേ ഉള്ളൂ. ഞങ്ങള് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പാലക്കാട് നിന്ന് ലഞ്ച് കഴിക്കാൻ നിന്ന ലേറ്റ് ആവുമല്ലോ, എത്രയും പെട്ടെന്ന് പഴനി എത്താം എന്നിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ദണ്ഡായുധപാണി നിലയത്തിലേക്ക് പോണ വഴി ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വേണം അവിടേക്ക് പോവാൻ. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങള് ദണ്ഡായുധപാണി നിലയത്തിലേക്ക് പോയി. അവിടെ ചെന്ന് റൂംസിന്റെ കാര്യം ചോദിച്ചു. അപ്പൊ ലേറ്റ് ആയത് കൊണ്ടാണോന്ന് അറിയില്ല, ഞങ്ങൾ എത്തിയപ്പോ 5 മണിക്കാണ് എത്തിയത്. നടന്ന് ഫുഡൊക്കെ കഴിച്ചെത്തിയപ്പോഴേക്കും 5:30 കഴിഞ്ഞു. ലേറ്റ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല, റൂംസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ദണ്ഡായുധപാണി നിലയത്തിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടൽ ശുഭം. അവിടെ ഞങ്ങള് റൂം എടുത്തു. നല്ല ഹോട്ടലായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി ഒറ്റ റൂമാണ് എടുത്തത്. അപ്പോൾ ഒരു റൂമില് ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും പിന്നെ ഞങ്ങൾ 4 പേരുള്ളത് കൊണ്ട് ഒരു എക്സ്ട്രാ ബെഡ് കൂടെ തന്നു. അപ്പോൾ 3500 രൂപയാണ് 1 ഡേ റെന്റ് വന്നത്. ഹോട്ടലിന്റെ ഗേറ്റ് കടന്നു ചെല്ലുന്നതേ അടിവാരത്തേക്കാണ്. അടിവാരം എന്ന് വെച്ചാൽ ഈ പഴനിമലയുടെ ഈ താഴ്ഭാഗത്തിന് പറയുന്നത് അടിവാരം എന്നാണ്. അപ്പൊ നമുക്ക് മലയിൽ അമ്പലത്തിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ സൗകര്യമുള്ളൊരു
സ്ഥലമായിരുന്നു അത്. അപ്പൊ ഞങ്ങള് റൂമൊക്കെ എടുത്ത് ഞങ്ങള് ഫ്രഷായി പുറത്തിറങ്ങിയപ്പോഴേക്കും 7 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. എന്നിട്ട് പിന്നെ മലയില് അമ്പലത്തിൽ കയറി. പക്ഷെ ഒരു പ്രശ്നം പറ്റിയത് എന്താന്ന് വെച്ചാല് നമുക്ക് അവിടെ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പ്രധാനമായിട്ടും പോയത് വീഡിയോ എടുക്കാൻ വേണ്ടി ആയിരുന്നു. എന്താന്ന് വെച്ചാല് ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അത് രാത്രി ഭയങ്കര ഭംഗിയായിരിക്കും. താഴെ ചുറ്റുപാട് ലൈറ്റായിട്ട് നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഒന്നാമത് ഫോൺ കൊണ്ടുപോകാൻ പറ്റൂല. രണ്ടാമത് നേരത്തെ ഞാൻ പോയിരുന്നപ്പോ അവിടെ നിന്ന് താഴേക്ക് നോക്കണ പോലെ ഇപ്പൊ നോക്കാനുള്ളൊരു സ്ഥലം ഇല്ല അവിടെ. കാരണം എല്ലാം ഇങ്ങനെ മതിലിങ്ങനെ പൊക്കത്തിൽ പണിതുകൊണ്ടിരിക്കുക. അപ്പൊ അത് കാരണം നമുക്ക് അറ്റത്ത് ചെന്ന് താഴേക്ക് നോക്കാനൊരു സ്ഥലമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഭംഗിയിൽ നമുക്കിപ്പൊ കാണാനേ പറ്റില്ല. മുൻപത്തെ ഒരു ഭംഗിയിൽ ഇപ്പൊ കാണാൻ പറ്റില്ല അവിടെ. പിന്നെ സ്റ്റെപ്പ് കയറിപ്പോകുന്ന സ്റ്റെപ്പും ബാക്കി കാര്യങ്ങളും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചാല് ഫോണും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ നല്ലൊരു പണി കിട്ടി. അതുകൊണ്ട് ഫോണൊക്കെ റൂമിൽ വെച്ചിട്ടാ പോയത്. അങ്ങനെ കയറി ഇറങ്ങി വന്നപ്പോഴേക്കും 9:30 കഴിഞ്ഞു. പിന്നെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാറായപ്പോഴേക്കും 11 മണി കഴിഞ്ഞു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് അവിടെയൊക്കെ കാണാൻ പോകണം, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആ സമയത്ത് ഉറങ്ങിയത്. പക്ഷെ ക്ഷീണം കാരണം, യാത്രയുടെ ക്ഷീണവും ഈ മല കയറി ഇറങ്ങിയ ക്ഷീണവും എല്ലാം കൂടെ ആരും എഴുന്നേറ്റില്ല. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് ഫ്രഷായി പുറത്തിറങ്ങിയപ്പോഴേക്കും 8 മണി കഴിഞ്ഞു. എട്ട് മണി ആയപ്പോഴേക്കും നല്ല തിരക്കായിട്ടാ. അമ്പലം 5 മണിക്ക് തുറക്കുന്നാണ് അറിഞ്ഞത്. അപ്പൊ ആ സമയം തൊട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം, മലയിലേക്ക് കയറാം. അപ്പോ നല്ല തിരക്കായി. അതുകൊണ്ട് പ്രധാനമായിട്ടും അയ്യപ്പന്മാര് നമ്മുടെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും പിന്നെ പഴനിക്ക് നോയമ്പെടുത്ത് പോകുന്ന ആൾക്കാരില്ലേ, ഈ കാവി ഡ്രസ് ഇട്ടിട്ട്, അങ്ങനെയുള്ളവരും ഒരുപാടുണ്ടായിരുന്നു. അവരുടെ നല്ല തിരക്കായിരുന്നു. പിന്നെ പൊതുവെ ഇപ്പൊ ഒരു പഴനിക്ക് പോണ സീസൺ അല്ലേ. എനിക്ക് അങ്ങനെയാണ് അറിയണേ. ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലൊക്കെയാണ് പഴനിക്ക് പോവുക ആൾക്കാർ, നോയമ്പെടുത്തിട്ട് പഴനിക്ക് പോണത്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുമ്പോ ഈ വഴിക്കാണ് വരിക. ഈ വഴി വന്നിട്ട് ആ കാണുന്ന ചുവന്ന അഴി കണ്ടോ, അതിൽ കൂടെ അപ്പുറത്തേക്ക് കടക്കണം. അതിലെ ഞങ്ങൾ കടന്നു കഴിഞ്ഞാൽ നേരെ നോക്കണത് പഴനിമലയിലേക്കും ഈ പറഞ്ഞ കുഞ്ഞ ഗണപതിയുടെ അമ്പലത്തിന്റെ അവിടേക്കാണ്. പക്ഷെ നമുക്ക് അവിടേക്ക് എത്തണമെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഈ റോഡിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കും. അത് ഈ അമ്പലത്തിലേക്ക് വരുന്നവരുടെ തിരക്കല്ല അത്. ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നവരുടെ തിരക്കാണത്. നമ്മളിപ്പോ ഗുരുവായൂരൊക്കെ കണ്ടിട്ടില്ലേ, അമ്പലത്തിലേക്ക് പോണ വഴി 2 സൈഡിലും നിറയെ കടകൾ കണ്ടിട്ടില്ലേ, അതുപോലെയാണ് ഇവിടെ 2 സൈഡിലും കടകളും ഉണ്ട്, അല്ലാതെ റോഡ് നിറയെ വിൽപ്പനക്കാരും ഉണ്ട്. അവരിങ്ങനെ റോഡിൽ ഇങ്ങനെ നിരന്ന് നിന്ന് സാധനങ്ങൾ വിൽക്കാണ്. അതുകൊണ്ട് നമുക്ക് പോകാൻ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. നമ്മൾ ഇവര് ഇല്ലാത്ത സ്ഥലം നോക്കി അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തിക്കി തിരക്കി പോയി കഴിഞ്ഞാൽ നമ്മളവിടെ മുമ്പിലെത്തും. അതുപോലത്തെ ഒരു തിരക്കാണ് ഇവിടെ. അതൊന്നും അവിടെ ഈ തിരക്ക് കൺട്രോൾ ചെയ്യാനൊന്നും ഇവിടെ പ്രത്യേകിച്ച് ആരുമില്ല. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ വിൽക്കും. നമ്മൾ ഈ അമ്പലത്തിനോട് അടുത്തേക്ക് ചെല്ലും തോറും ഈ തിരക്ക് കൂടി വരും.
ഇതാണ് നേരത്തെ പറഞ്ഞ ആ ചെറിയ ഗണപതിയുടെ അമ്പലം. വീഡിയോ യൂട്യൂബ് ചാനൽ മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങളെയോ? ഓക്കെ ഇവരൊക്കെ ഇവിടെ വന്നതാട്ടാ. അവര് പറയായിരുന്നു ഞങ്ങളുടെ ഇവിടെ ഒന്ന് എടുക്കുമെന്ന്. അപ്പൊ അവരെടുത്തത്. അവരവിടെ നാളികേരം ഉടച്ച് നിൽക്കായിരുന്നു. നിങ്ങളുടെ വീട് എവിടെയാ? കടലൂര്. എപ്പോൾ എല്ലാ കൊല്ലം വരുവോ? പോണ്ടിച്ചേരി. ആ ഓക്കെ. ആ കേരള. ഞങ്ങള് വീഡിയോ എടുക്കാൻ വന്ന ബ്ലോഗ്. ഓക്കെ ശരി. Explore and experience. Okay. ഓ ഫ്രീ ബസ് ഇതിനകത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിന്റെ ഒക്കെ അവിടെ വരെ എത്താൻ പറ്റും. അവിടെ ഈ പ്രസാദമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അതൊക്കെ. അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും നല്ല തിരക്ക്. ഇത് കണ്ടോ പോണ വഴിക്ക് ഒരു ചെറിയ അമ്പലം. ചെറുതെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് വലുപ്പമുള്ള അമ്പലം തന്നെ ഇത്. ശ്രീ നന്ദനാർ വിടുതി എന്നാണ് അവിടെ തമിഴിൽ എഴുതി വെച്ചേക്കുന്നത്. എന്താണാവോ? സൗജന്യ മുടി മുണ്ടന കേന്ദ്രം. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ മലയുടെ ചുറ്റും, ഈ അമ്പല പരിസരത്തായിട്ട്. നേരത്തെ കണ്ടില്ലേ ഒരു ബസ് പോണ കണ്ടില്ലേ? ഫ്രീ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ അവിടെ സ്റ്റെപ്പിന്റെ അവിടം വരെ? അവർക്കുള്ള വെയിറ്റിംഗ് ഷെഡാണ് ഈ കാണുന്നത്. ബസ് വെയിറ്റിംഗ് ഷെഡ്. മൊബൈല് നമുക്ക് അമ്പലത്തിലേക്ക് കയറുമ്പോൾ മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് മൊബൈൽ സൂക്ഷിച്ചു വെക്കാനും ഫോൺ സൂക്ഷിച്ചു വെക്കാനും ഒക്കെ സ്ഥലങ്ങളുണ്ട്. കുറെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ. ആ കാണുന്നത് സ്റ്റെപ്പ് കയറി പോവാൻ വയ്യാത്തവർക്ക് മുകളിലേക്ക് പോകുന്നതിനുള്ള ട്രെയിനാണത്. വിഞ്ച് ട്രെയിൻ എന്നാണ് ഇതിന് പറയാ. അതിന് ആകെ ഒറ്റ കമ്പാർട്ട്മെന്റേ ഉള്ളൂ. ഒരു 10-30 ആളെ ഉൾക്കൊള്ളുന്ന ഒരു കമ്പാർട്ട്മെന്റ്. അതിന് ഒരാൾക്ക് 30 രൂപയാണ് ചാർജ്. ഇവിടെ ഈ മലയുടെ ചുറ്റും നടക്കുമ്പോൾ നമുക്ക് ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, സ്ത്രീകൾ ഫ്രീ ടോയ്ലറ്റ്, അപ്പുറത്ത് ജെന്റ്സ് ഫ്രീ ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. ആണ്ടോ ഫ്രീ ബസ് പോണുണ്ടോ? നമുക്ക് അതിൽ കയറി അല്ലെങ്കിൽ അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്താം. അമ്പലത്തിന്റെ ചുറ്റും ഒരുപാട് വഴിയുണ്ട്, റൗണ്ട് ഒരുപാട് വഴിയുണ്ട്. അപ്പൊ അത് മുഴുവൻ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ വണ്ടിയിൽ കയറി ഫ്രണ്ടിൽ ചെല്ലാം.
ബാക്ക് ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെ മതിലൊക്കെ പുതിയത് പണിതുകൊണ്ടിരിക്കുക. ഇനി എന്റെ ഇടയിലൊക്കെ മറ്റേ ഗ്രില്ലൊക്കെ വെച്ച് കുറച്ച് ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കണം. ഒരു കൊല്ലം കൂടെ ഒക്കെ കഴിഞ്ഞു വരുന്നവർക്ക് ഇതാകെ മാറ്റമായിട്ട് പുതിയ പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഇത് അമ്പലമാണെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ ഒരു അമ്പലത്തിന്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് നടക്കണം, അതാ ഒരു സുഖം. നല്ലൊരു ചെറിയ തണുപ്പുണ്ടാവും. ആ സമയത്തുള്ള ഒരു അമ്പലത്തിന്റെ ചുറ്റും ഇങ്ങനെ നടക്കാൻ നല്ല സുഖമാണ്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതേ അത് ഈ റോപ്പ് കാർ സ്റ്റേഷൻ ആണത്. റോപ്പ് കാർ ഉണ്ട്. ഇതുപോലെ മറ്റേ വിഞ്ച് കണ്ടില്ലേ, വിഞ്ച് ട്രെയിൻ കണ്ടില്ലേ, അതുപോലെ നടന്നു കയറാൻ വയ്യാത്തവർക്ക് പോവാനായിട്ട് റോപ്പ് കാർ ഉണ്ട്. അതിന്റെ ആ റോപ്പ് കാർ സ്റ്റേഷനാണ് ആ കണ്ടത്. അവരുടെ വെയിറ്റിംഗ് ഷെഡ് ആണിത്. റോപ്പ് കാറിന് ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്. അത് പക്ഷെ അതിൽ പോണത് റിസ്കാ. ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ റോപ്പ് കാറിൽ കയറാൻ. കാരണം ഒരെണ്ണത്തില് 3 ആളാ കയറുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ സമയം മൊത്തം അവിടെ പോകും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാ, അതുകൊണ്ട് പറഞ്ഞതാ. ഞാനൊരു ചായക്കട അന്വേഷിച്ചായിരുന്നു, ലാസ്റ്റ് കിട്ടിയതാ. ഇവിടെ കയറി ഒരു ചായ കുടിക്കണം. രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ സുഖമില്ല. അങ്ങനെ നമ്മളിതേ ഓരോ കറക്കം കറങ്ങി ഫ്രണ്ടിലേക്ക് എത്തി. തിരക്കൊക്കെ തുടങ്ങണുള്ളൂ. ഒരു ചായക്കടയുണ്ട്, അതിലേക്ക് നോക്കി നിക്കണതാട്ടോ ആള്. ഉണ്ടോ എന്തെങ്കിലും കിട്ടുമോ രാവിലെ എന്നറിയാൻ വേണ്ടി നോക്കി നിക്കാം. കടകളൊക്കെ ഫുള്ളായിട്ട് തുറന്നു, നല്ല തിരക്കായി തുടങ്ങി എല്ലായിടത്തും. ഇവിടെ ഭൂരിഭാഗവും അയ്യപ്പ ഭക്തന്മാരാട്ടോ. എല്ലാരും ശബരിമലയ്ക്ക് പോണ ഒരുപാട് ആൾക്കാരുണ്ട്. ഉണ്ടോ ആലൊക്കെ വലിയ വലിയ പഴക്കമുള്ള ആലായിട്ടേ മുങ്ങി കിടക്കുന്നതാണോ. ഇതെന്താ ഭാഗം മനസ്സിലായില്ല കേട്ടോ, നോക്കട്ടെ. ഇവിടെ എന്തായാലും ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥലം. ഇവിടെ എൻട്രൻസിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ നീങ്ങിട്ടാ. അമ്പലത്തിന്റെ എൻട്രൻസ് ഇതാ. ഇവിടുന്ന് അറ്റത്തേക്ക് നോക്കുമ്പോ കാണാൻ പറ്റുന്നതാണ് അമ്പലത്തിന്റെ എൻട്രൻസ്. അതെ, ഇതിലെ കേറിപ്പോ അമ്പലത്തിലേക്ക് കേറുന്ന വഴി ഇത്. നേരത്തെ ഞാൻ ചെറുപ്പത്തിൽ വന്നപ്പോ ഇവിടെ അല്ലായിരുന്നു. ഇതിപ്പോ ഇറങ്ങി വരുന്ന വഴിയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയായിരുന്നു കേറിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇതിലാ കയറണം. കണ്ടോ, അമ്പലത്തിലേക്ക് കയറുന്ന വഴിയായത്. അമ്പലം കണ്ടോ, ഇപ്പൊ കയറുന്ന ഒരു വഴി. ഇറങ്ങുന്നത് ശരിക്കും നമ്മള് അമ്പലത്തിന്റെ എൻട്രൻസിന്റെ അവിടേക്ക് വരുമ്പോഴാണ് ഇപ്പൊ ഇറങ്ങി വരുന്ന വഴി. നേരത്തെ കയറണതും അതിലെ ഇറങ്ങണതും ഒക്കെ അതിലെ തന്നെയായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇപ്പൊ ഉണ്ടാക്കിയേക്കണ ഈ കയറി പോണ വഴിയില് സ്ലോപ്പാണ് കൂടുതൽ. സ്റ്റെപ്പ് ഇടയ്ക്കിടയ്ക്ക് കുറച്ചേ ഉള്ളൂ.
മറ്റേത് അങ്ങനെയല്ല, സ്റ്റെപ്പാണ് കൂടുതൽ. ഇടയ്ക്ക് കുറച്ച് നിരപ്പായിട്ടുള്ള സ്ഥലമുണ്ട്, അങ്ങനെയായിരുന്നു. അപ്പൊ ഈ സ്റ്റെപ്പ് കയറി മുട്ടിന് പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് കുറച്ച് എളുപ്പമാവും. എന്താന്ന് വെച്ചാൽ കുറെ ഭാഗം സ്ലോപ്പ് അല്ലേ, അപ്പൊ അത് കുറച്ച് സൗകര്യവും. മറ്റേത് ഫുൾ സ്റ്റെപ്പ് ആകുമ്പോ കയറുമ്പോൾ മുട്ടുവേദനയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനൗൺസ് ചെയ്യുന്നുണ്ട് അവിടെ മുകളിലേക്ക് കയറി പോകുമ്പോ മൊബൈലൊന്നും കൊണ്ടുപോകാൻ പാടില്ലെന്ന്. പക്ഷെ ഇന്നലെ ഞങ്ങൾ കയറി ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്തിട്ട് വരണ്ടായി. ഇതൊക്കെ എങ്ങനെയാണ് അവർ ഫോൺ കൊണ്ടുപോയെന്ന് മനസ്സിലായില്ല. പക്ഷെ അവിടെ ചെക്കിങ്ങിന് ആരും ഇല്ല കേട്ടോ. നമ്മൾ കയറി പോകുമ്പോ ഇവിടെ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവിടെ ആരുമില്ല. പക്ഷെ നമ്മൾ ഫോണും കൊണ്ടുപോയാൽ നമ്മുടെ കഷ്ടകാലം നേരത്ത് ഏതെങ്കിലും പോലീസുകാരോ സെക്യൂരിറ്റി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവും നമുക്കറിയില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കുന്നതാവും നല്ലത്. അങ്ങനെ നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇവിടെ നിന്നാണ് ഞാൻ പോയത്. നല്ല തിരക്കായി ഈ സമയമായപ്പോഴേക്കും. 3/4 മണിക്കൂറായി തോന്നുന്നു ഞാനിവിടെ നിന്ന് പോയിട്ട്. അപ്പൊ ഈ മല കറങ്ങി വരാൻ അത്രയും സമയമുണ്ട്. ഇതാണ് താമസിക്കുന്ന ഹോട്ടൽ സുഖം. പഴനിമല ഒന്ന് വലം വെച്ച് വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മൊബൈൽ റൂമിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒന്നുകൂടെ പഴനിമല കയറാൻ പോയി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കൂട്ടത്തിലുള്ള ഒരാളെ മിസ്സായി. അങ്ങനെ പിന്നെ ആളെ അന്വേഷിച്ച് നടക്കലായിരുന്നു. പിന്നെ രാവിലെ മലയുടെ മുകളിൽ കയറിയിട്ട് ആളെ മിസ്സായി. പിന്നെ കുറേ നേരം ആളെ വെയിറ്റ് ചെയ്ത് അവിടെ മുകളിലിരുന്നു. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്ന് നോക്കി, പിന്നെയും ആളെ കണ്ടില്ല. വീണ്ടും മുകളിൽ കയറി. അങ്ങനെ ആ പഴനിമല അന്നത്തെ ഒരു ദിവസം കയറി ഇറങ്ങിയത് 4 തവണയാണ്. 4ാമത്തെ തവണയായപ്പോഴേക്കും ആർക്കും വയ്യായിരുന്നു കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യായിരുന്നു. കാല് തീരെ അനങ്ങണുണ്ടായിരുന്നില്ല സ്റ്റെപ്പ് ഇറങ്ങാൻ. അങ്ങനെ ഞങ്ങൾ തീരെ പറ്റാണ്ട് ഗതികെട്ട് വിഞ്ച് ട്രെയിനിൽ ആണ് ഇറങ്ങിയത്. 4ാമത്തെ തവണ ഇറങ്ങിയത്. അപ്പോഴേക്ക് സമയം 5 മണി കഴിഞ്ഞായിരുന്നു, വൈകിട്ട്. രാവിലെ 10 മണി 9:30 10 മണിക്ക് എങ്ങാണ്ടാണ് കേട്ടോ ഞങ്ങൾ കയറിപ്പോയത് ഫസ്റ്റ്. പിന്നെ ഞങ്ങൾ ആളെ അന്വേഷിച്ചൊക്കെ കഴിഞ്ഞ് ആളെ കണ്ടു കിട്ടിയത് വൈകുന്നേരം 5 മണിയായപ്പോഴാണ്. അപ്പം ഞങ്ങൾ അന്ന് തിരിച്ചു പോരാനിരുന്നതാ. പക്ഷേ പകല് മുഴുവൻ ഇങ്ങനെ അന്വേഷിച്ച് നടന്നതായതുകൊണ്ട് ഞങ്ങൾ ആരും തന്നെ അവിടെ ഒന്നും കണ്ടില്ല. മര്യാദയ്ക്ക് ഒരു സന്തോഷമായിട്ട് കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അന്നൂടെ അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ പോകുന്നത്. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ശരിക്കും നടന്ന് കണ്ട്. പിന്നെ പകൽ സമയത്ത് കണ്ടില്ലായിരുന്നോ ഒരു ഫ്രീ ബസ്, അതിൽ കയറാൻ പറ്റിയായിരുന്നില്ല എല്ലാവർക്കും. അപ്പം അതിൽ കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആ ബസ്സിലൊന്ന് കയറി കുറച്ച് സമയം ആ ബസ്സിൽ യാത്ര ചെയ്ത് ആ ആഗ്രഹമൊക്കെ തീർത്ത് എല്ലാവരുടെയും. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ശരവണ ഭവൻ ഹോട്ടലില്ലേ, നാട്ടിലൊക്കെ ഉണ്ടല്ലോ, ആ ഹോട്ടല് ശരവണ ഭവൻ അവിടെ ഉണ്ടായിരുന്നു. അടിവാരത്തുണ്ട് ആ ഹോട്ടല്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഡിന്നർ കഴിച്ച് അങ്ങനെ രാവിലത്തെ ട്രെയിന് പോന്നു. പഴനി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പഴനി സ്റ്റേഷനിൽ നിന്ന് പാലക്കാട് വരെയുള്ള ടിക്കറ്റാണ് കിട്ടിയത്. എന്താന്ന് വെച്ചാല് MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിരുന്നു. അപ്പൊ അത് പാലക്കാട് നിന്ന് തിരിഞ്ഞ് ചെന്നൈക്ക് പോണതാ. അപ്പൊ അതുകൊണ്ട് പാലക്കാട് വരെ ട്രെയിനിൽ വന്നു. പാലക്കാട് നിന്ന് ഞങ്ങള് ബസ്സിന് പോവാന്നുള്ള പ്ലാനായിട്ട് അങ്ങനെ ചെയ്തു. ഇതാണ് പഴനി സ്റ്റേഷൻ. അത്ര തീരെ ചെറിയ സ്റ്റേഷനൊന്നും അല്ല പഴനി സ്റ്റേഷൻ. കുറച്ച് നല്ല സ്റ്റേഷൻ തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് 6:35 ട്രെയിൻ. അപ്പൊ അത് കാരണം ഞങ്ങള് നേരത്തെ പോയി. അതുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്കാ പോയേ. അത്ര നേരത്തെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമല്ലേ, അതുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്കാ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോ പറഞ്ഞു അവിടെ കറക്റ്റ് 6 മണി കഴിഞ്ഞിട്ടേ റെയിൽവേ സ്റ്റേഷൻ തുറക്കുകയുള്ളൂ എന്ന്. അവിടെ അടച്ചിട്ടേക്ക. അങ്ങനെ
6 മണി വരെ അവിടെ വെയിറ്റ് ചെയ്ത് 6 മണിയായപ്പോൾ കയറി. ഇത് ഒരു അണ്ടർപാസ് ഉണ്ട് അവിടെ. അണ്ടർപാസിൽ കൂടെ നമ്മൾക്ക് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലണം. അങ്ങനെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്ന് ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അത് സ്ഥിരം ഈ ട്രെയിൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ 6:45 ആയപ്പോൾ ട്രെയിൻ വന്നു. അങ്ങനെ പാലക്കാട് വരെ സുഖമായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയി. അമൃത എക്സ്പ്രസിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ പഴനിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നേരത്തെ അമൃത എക്സ്പ്രസിന് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ സുഖമായിട്ട് പഴനി പോയിട്ട് വരാം.